ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സബ്രീന. ഇന്നത്തെ ഡ്രിങ്ക്സുമായിട്ടാണ് വന്നത്. പല വെറൈറ്റീസ് ആയിട്ടുള്ള ജ്യൂസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇടയിലേക്ക് കിടക്കാം. അപ്പോൾ അതാ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതിലൊക്കെ അധികം കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ പാഷൻ ഫ്രൂട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ സീഡെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ 4 എണ്ണമാണ് ഞാൻ ഈ ഒരു ജ്യൂസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നല്ല കളറുള്ള ഈ ഒരു ഫ്രൂട്ടാണെങ്കിൽ നല്ല കളർ ഉണ്ടാവട്ടെ നമ്മുടെ ജ്യൂസിനും. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ സീഡ് മാത്രം എടുത്തിട്ട് ഒരു സിപ്ലോക്ക് കവറിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾക്ക് ഇത് മിക്സിയിലേക്കിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇടേണ്ട, ഒരു ചെറിയൊരു പിഞ്ച് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ചെറുനാരങ്ങ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ചെറുനാരങ്ങ ഒഴിക്കണ്ട, ഒരു ചെറിയൊരു പീസ് ഇട്ട് എടുത്താൽ മതി. ഇതിൻ്റെ നീര് എല്ലാം കൂടി അടിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം അടിക്കാൻ പാടില്ല, കൂടുതൽ അടിഞ്ഞാൽ ഇതിൻ്റെ സീഡും കൂടി അടിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി. ഇതിൻ്റെ സീഡ് ഒന്ന് അധികം അരിഞ്ഞാൽ നമ്മുടെ ജ്യൂസിൻ്റെ കളറൊക്കെ മാറും. അപ്പോൾ അത് വലിയ ടേസ്റ്റും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റിഫ്രഷിങ് ജ്യൂസാണ്. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരുപാട് വിറ്റാമിൻസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് തന്നെയാണ്. ഇവിടെ ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കാതെ നല്ല കട്ടിയായിട്ടുള്ള ഒരു ജ്യൂസാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ബോട്ടിലിൽ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിന് ഒഴിച്ച് അതിലേക്ക് ഒന്ന് ലൈറ്റാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1 ഗ്ലാസ് ജ്യൂസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്താൽ ഒന്നും കൂടി ലൈറ്റാക്കി എടുക്കും. ഇപ്പോൾ ഇത് നല്ലൊരു സ്ട്രോങ്ങിലാണുള്ളത്. ഇത്രയും കട്ടീൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നല്ലൊരു പുളിയും മധുരവും ഉണ്ടെങ്കിൽ ഇത് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്കൊന്ന് ലൈറ്റാക്കി എടുത്താൽ നമുക്ക് ഒരുപാട് ആൾക്ക് സെർവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ഒക്കെ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്ക്. ഇനി അടുത്തൊരു ഡ്രിങ്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ സീഡെല്ലാം സെപ്പറേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി നമ്മൾക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നമ്മൾക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 1 കപ്പോളം നല്ല ചൂടുള്ള പാലൊഴിച്ച് നമുക്കിത് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് പൗഡറാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. 1/4 കപ്പോളം ബദാമും ഒരു 10 പീസ് കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക വേണ്ടത്. ഇത് നമ്മൾ കുതിർത്ത് വെക്കുന്നില്ല. കുതിർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഇത് സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ കുതിർത്ത് വെക്കണം എന്നില്ല, നല്ല രീതിയിൽ പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് ഒരു 3 ഏലക്കായും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. നല്ല പേസ്റ്റ് പോലെ തന്നെ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തൊണ്ടയ്ക്കെല്ലാം പിടിക്കുന്ന ആ ഒരു തരിതരിയായിട്ടുണ്ടാവും കേട്ടോ ബദാമൊക്കെ ആക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈത്തപ്പഴം ഉണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആക്കി കിട്ടണം. അപ്പോൾ ആദ്യം അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആക്കിയ ശേഷം നമ്മൾ ഈ ഒരു പൊടിച്ച് വെച്ചതും കൂടി ഇട്ട് ഒന്നുകൂടെ അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഈത്തപ്പഴം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. നല്ല ചൂടുള്ള പാലിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് പോലെ ആക്കി കിട്ടും. ഇനി നമ്മൾ ഈ ഒരു പൊടിച്ച് വെച്ച ഈ നട്ട്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് വീണ്ടും അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ച ഈ ഒരു പാല് നല്ല തണുത്ത പാലാണ് കേട്ടോ. 1 കപ്പ് നല്ല തണുത്ത പാലാണ് ഒഴിച്ചത്. നമ്മൾ ആദ്യം ചൂട് പാലിലാണ് സോക്ക് ചെയ്ത് വെച്ചത് ഈത്തപ്പഴം. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് അടിച്ചെടുത്തു. അപ്പോൾ 2 കപ്പ് പാലും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രമാത്രം ലൂസിൽ വേണമെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ലൂസാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഇവിടെ റെഡിയായി. നമ്മൾ എപ്പോഴും
സ്നാക്ക് തന്നെ ഉണ്ടാക്കാതെ ഇതുപോലെ നല്ല കട്ടിയായിട്ടുള്ള ജ്യൂസാണെങ്കിൽ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും. റംസാൻ മാസത്തിലൊക്കെ ഇതുപോലെ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി അടുത്തത് ഇതാ ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേനും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ജ്യൂസിന് പഞ്ചസാരയാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഇനി നന്നായി അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ജ്യൂസിലേക്ക് മെയിനായിട്ട് വേണ്ടത് പാൽപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ പാലല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. പാലിന് പകരം പാൽപ്പൊടിയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. പാലൊന്നും ഇല്ലാതെ പാൽപ്പൊടി കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ആപ്പിൾ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ജ്യൂസാണ്. ഇനി ഇത് റുമാൻ കൊണ്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. 2 ടൈപ്പുള്ള ജ്യൂസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അത് റുമാൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് സീഡ് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഈ ഒരു റുമാന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് യൂസ് ആക്കാം കേട്ടോ. നമ്മൾ ഇത് ഒരു മെഡിസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ തൊലിയൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നില്ല. ഇനി നമ്മൾ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പോൾ ഈ ഒരു സീഡ് നമ്മൾക്കിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. റുമാനും കൊണ്ട് ജ്യൂസ് മാത്രമല്ല കേട്ടോ, പല തരത്തിലുള്ള റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കേക്കെല്ലാം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ മുമ്പ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കെ. അപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു റുമാനിന് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് ജ്യൂസ് ആക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ ഇതിൽ ഈ ഒരു സീഡ് അടിഞ്ഞു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ സീഡ് അരയാതെ വിധത്തിൽ വേണം നമ്മളിത് ജ്യൂസ് ആക്കി എടുക്കാൻ. എന്നിട്ട് ഇത് അരിപ്പിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ കുരുവൊക്കെ കളയാതെ അതും കൂടി കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് അങ്ങനെ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ബെസ്റ്റ്. അപ്പോൾ ഇതാ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ കൊടുക്കാം. അപ്പോൾ അത് റുമാന് കൊണ്ട് നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. നോർമലായിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ്. നല്ല കളറുള്ള റുമാനാണെങ്കിൽ ഈ ഒരു ജ്യൂസ് നല്ല കളറുണ്ടാവും. ഇനി അടുത്തതിനായിട്ട് ഞാനിതാ റുമാനെല്ലാം നല്ലൊരു അതിൻ്റെ കുരുവൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. വെള്ളത്തിന് പകരം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ പാലും റുമാനും കൂടി അടിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളധികം കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഷെയർ ചെയ്ത എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ടൈപ്പുള്ള ജ്യൂസും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്ക്. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.